എല്ലാവർക്കും നമസ്കാരം. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് മീ? നമ്മളെപ്പോഴെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ ഈ ഒരു ചോദ്യം? എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്നത്? നമ്മൾ ഒരിക്കലും ആ ഒരു ചോദ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യത കുറവായിരിക്കും. നമ്മളുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾ ചിലപ്പോൾ നമ്മളോട് തന്നെ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് സമയം കുറവാണ് എന്നുള്ളൊരു ന്യായീകരണമോ കാരണമൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. പക്ഷെ ഇങ്ങനെയൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമല്ലേ? നമ്മുടെ ലൈഫിലെ പകുതി മുക്കാലും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെ അവസാനിച്ചേക്കാം. അതായത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കും. ആ പ്രശ്നങ്ങൾ വരുന്നു, നമ്മുടെ ലൈഫിൽ ഇന്ന് ഈ ഒരു പ്രശ്നമാണ്, നാളെ വേറൊരു പ്രശ്നമായിരിക്കും, അല്ല അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ബിസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന് സാധ്യതയേ ഇല്ല. നമ്മളുടെ മൈൻഡിനെ ഏറ്റവും കൂടുതൽ നമ്മൾ കൺട്രോളിലാക്കാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൈൻഡിനെ ഒബ്സർവ് ചെയ്യുക, ഒബ്സർവേഷൻ. ഒരു ടീച്ചർ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് കുട്ടികൾ ബഹളം വെക്കുന്ന സമയത്ത് കയറി വരികയാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കുട്ടികളെല്ലാം തന്നെ പെട്ടെന്ന് സൈലൻ്റ് ആയിട്ട് തീരും. അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ ഒരാളുണ്ട് എന്ന് അറിയുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആകുന്നു. അതല്ലേ അതിനകത്തെ കാര്യം. നമ്മളുടെ മൈൻഡും ഇതുപോലെയാണ്. ആരെങ്കിലും ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ മര്യാദയാകും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മളുടെ മൈൻഡിനെ ഇടയ്ക്കൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഇപ്പം നമ്മളുടെ മനസ്സിൽ വരുന്ന പ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ജലസി, വേറൊരാളോട് അനാവശ്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അസൂയ, അല്ലെങ്കിൽ അവരോടൊരു ദേഷ്യം വരുന്നു. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ കുറേ ആൾക്കാരോട് നമുക്ക് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ നമുക്ക് ചിലരോട് ഭയങ്കരമായ അടുപ്പം തോന്നുന്നു. അടുപ്പം തോന്നരുതാത്തതാണ്, പക്ഷെ നമുക്ക് അടുപ്പം തോന്നുന്നു. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. നമുക്ക് ഇതിനൊന്നും മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു ഉത്തരവില്ല. ചിലപ്പോൾ ചിലരോടൊന്നും മിണ്ടരുത് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ അവരെ കാണുമ്പോൾ അറിയാതെ ചിരിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്തു പോകും. അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കും, ഞാൻ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ മിണ്ടരുതെന്ന് വിചാരിച്ചിരുന്ന് കാണും, ഇന്ന കാരണങ്ങളുണ്ട്, എന്നിട്ട് ഞാൻ മിണ്ടരുതെന്ന് തീരുമാനിച്ചു, പക്ഷെ ഞാൻ മിണ്ടുകയാണ് ഫൈനലി. വൈ ദിസ് ഹാപ്പനിങ് ടു മീ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളുടെ മനസ്സ് നമ്മളുടെ കൺട്രോളിലല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കുന്നതൊന്നും നമ്മളുടെ കൺട്രോളിലല്ല. ഇപ്പം ചില സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടേണ്ടി വരുന്നു, അനാവശ്യമായിട്ട് നമ്മൾ ചിന്തകളിലേക്കായി പോകുന്നു. ഇപ്പം വേറെ നമ്മളുടെ ജോലികളിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്, പക്ഷെ നമ്മൾ അനാവശ്യമായ ചിന്തകളിലേക്ക് അങ്ങനെ പോകുന്നു. ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? മൈൻഡിനെ ഒബ്സർവ് ചെയ്യുക, ഒബ്സർവേഷൻ. നമ്മളുടെ മനസ്സിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സൊന്ന് അറിഞ്ഞാൽ മതി, നമ്മളുടെ മൈൻഡ് തിരിച്ചറിഞ്ഞാൽ മതി, അപ്പം മര്യാദ ആയിക്കോളും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്കിപ്പോൾ ആ ആളോട് ജലസി തോന്നുന്നുണ്ട്, എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ തരത്തിലുള്ള ഫീലിങ്സുകളോ ഈ തരത്തിലുള്ള ഇങ്ങനെയുള്ള ചിന്തകളോ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മളെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാനൊരു അസൂയക്കാരനാണ്, അല്ലെങ്കിൽ വേറെ ആളോട് വെറുതെ ഞാൻ ദേഷ്യം തോന്നുന്നു. എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്, എനിക്ക് മാത്രം അവരെ ഇഷ്ടമല്ല, അവരോട് എനിക്ക് എന്തൊക്കെയോ ഒരു ദേഷ്യം എനിക്ക് തോന്നുന്നുണ്ട്, അതിനൊരു കാര്യവും ഇല്ല, പക്ഷെ ഞാൻ തെറ്റാണ് ചെയ്യുന്നത്. മോറലി നമ്മളെപ്പോഴും നമ്മളെ ചിന്തിച്ചിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മളുടെ മനസ്സിൽ പല സമയങ്ങളിൽ പല ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് നമ്മൾ മനുഷ്യനെന്നുള്ള രീതിയിൽ നമുക്ക് എന്താ ഉള്ളത്? റാഷണൽ തിങ്കിങ്. അപ്പോൾ റാഷണലി തിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, അതങ്ങ് സമ്മതിച്ച് കൊടുക്കുമ്പോൾ തന്നെ പകുതി കാര്യം കഴിഞ്ഞു. നമ്മൾ യെസ്, ഐ ആം ജെലസ് ഓഫ് ഹിം എന്നുള്ളത് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്തേ. ആ അക്സെപ്റ്റൻസിലൂടെ നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റും, നമ്മളുടെ മനസ്സിനെ മാറ്റാൻ പറ്റും, നമ്മളുടെ മനസ്സിലെ ആ ഫോൾട്ടുകളെയൊക്കെ തിരുത്താനായിട്ട് നമുക്ക് പറ്റും. അക്സെപ്റ്റ് ചെയ്യാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇല്ല, ഞാൻ നമ്മുടെ കുട്ടിക്കാലത്തൊട്ട് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താ? നമ്മൾ നല്ലതായിരിക്കണം, മോറലി കറക്റ്റ് ആയിരിക്കണം, അതൊക്കെ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ കുട്ടിക്കാലം തൊട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു. അതൊരു നമ്മൾ കണ്ടീഷൻ ചെയ്തിരിക്കുന്നൊരു അവസ്ഥയാണ്
നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, സമൂഹം ആയിക്കോട്ടെ, എല്ലാവരും നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. യെസ്, എന്താണ്, മോറലി കറക്റ്റായിട്ട് ജീവിക്കണം, അല്ലെ ഇന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ മോശമായ ഒരാളാണെന്ന് ചിന്തിക്കുന്നു. നമ്മളുടെ കുട്ടികൾ പോലും പലപ്പോഴും അവർക്ക് തോന്നുന്ന ഫീലിങ്സ് നമ്മളോട് ഷെയർ ചെയ്യാത്തത് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നു. യെസ്, യു ആർ മോറലി ഇൻകറക്റ്റ്, അല്ലെങ്കിൽ മോറലി നീ ഫോളോ ചെയ്യേണ്ട ഒരു പാത്തുണ്ട്, ഒരു വഴിയുണ്ട്, ആ വഴിയേ നീ നടക്കാവുള്ളൂ. അങ്ങനെ ആരും എവിടെ എഴുതി വെച്ചിട്ടില്ല. ഇന്ന കാര്യങ്ങൾ മനസ്സിൽ തോന്നിക്കഴിഞ്ഞെന്നാൽ അതിനെ തിരുത്തുക എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് തോന്നിയെന്ന് പറഞ്ഞ് നമുക്ക് അതൊരു തെറ്റല്ല എന്നുള്ളത് ആണെങ്കിലും അല്ലെങ്കിൽ ആരോടാണെങ്കിലും നമുക്കത് പറഞ്ഞു കൊടുക്കാം. തോന്നിയെന്ന് പറഞ്ഞതൊരു തെറ്റല്ല. പക്ഷെ അത് തിരുത്തുന്നിടത്താണ്, അല്ലെങ്കിൽ അവിടെ നമ്മളുടെ മനസ്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അയ്യോ, ഞാനൊരു തെറ്റാണോ ചെയ്തത്, അല്ലെങ്കിൽ ഭയങ്കരമായ ചിന്തകൾ, ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്നും പറഞ്ഞ് ജീവിതകാലം മൊത്തം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളെ മൈൻഡിനെ ഒബ്സേർവ് ചെയ്യുമ്പോൾ തന്നെ മൈൻഡിൽ മാറ്റം കണ്ടു തുടങ്ങും. പ്രശസ്ത നടി വിദ്യാ ബാലൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, നമ്മളുടെ മനസ്സിൽ ജലസി തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആളൊരു ദേഷ്യം, എന്തെങ്കിലുമുള്ള മോശമായ വികാരങ്ങൾ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ തോന്നുകയാണെന്ന് വിചാരിക്കുക. നമ്മളതിനെ കംപ്രസ് ചെയ്യരുത്, സപ്രസ് ചെയ്ത് വെക്കരുത്. ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആദ്യം നമ്മൾ ചിന്തിക്കുന്നു, ഇല്ല, ഞാൻ അങ്ങനത്തെ നല്ല കുട്ടിയല്ലേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല, ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. നമ്മളങ്ങനെ അതിനെ ഹൈഡ് ചെയ്ത് വെക്കും. അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല എന്നുള്ളത് നമ്മളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതാണ് കുഴപ്പം. എത്രത്തോളം നമ്മൾ ഏതെങ്കിലും ഒരു വികാരത്തെ, വേറെ ആളോട് ഇഷ്ടം തോന്നുന്നു, ഒരു കുട്ടിക്ക് ഇഷ്ടം തോന്നുന്നു, ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് കുട്ടി പറഞ്ഞ് മനസ്സിനെ സപ്രസ് ചെയ്യുന്നിടത്താണ് കുട്ടിക്ക് ആ ഇമോഷൻ കൺട്രോൾ ചെയ്യാതെ വരുന്നത്. നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്കത് ലൈഫിൽ മനസ്സിലാകും, അല്ലേ? എപ്പോഴും സപ്രസ് ചെയ്യുമ്പോൾ അത് ഇരട്ടി ഫോഴ്സോടെ തിരിച്ചു വരുന്നതല്ലാതെ അതിനെ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റില്ല. യെസ്, ഐ ഹാവ് ദിസ് ഫീലിങ്സ്. എനിക്ക് ഇത്തരത്തിലുള്ള ഇമോഷനാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം ഇങ്ങനെയാണ് എന്ന് മനസ്സിലേക്ക് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും അത് അംഗീകരിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മൈൻഡിനെ ഒബ്സർവ് ചെയ്യണം. യെസ്, ഞാനിപ്പോൾ ചിന്തിച്ച കാര്യം ഇങ്ങനെയാണ്, എനിക്ക് ഇന്നയാളെ മുന്നിൽ കാണുമ്പോൾ അറിയാതൊരു ദേഷ്യം വരുന്നുണ്ട്, അവരോടൊരു അസൂയ എനിക്ക് തോന്നുന്നുണ്ട്, അവരോട് കുറച്ച് ജലസ് ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട്, അവരെ വെറുതെ ഞാൻ ദേഷ്യം എൻ്റെ മനസ്സിൽ അവരോട് എനിക്ക് മനസ്സിലുണ്ട് എന്നെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് തിരുത്തലിനൊരു സാഹചര്യം നമുക്കുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈൻഡിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നാളെ തൊട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാകും. നമ്മളെ ഒരു വിശുദ്ധയാക്കി ചിത്രീകരിച്ച് നമ്മളുടെ തന്നെ ഒരു മനസ്സിലൊരു രൂപക്കൂടുണ്ടാക്കി അതിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുകയല്ല വേണ്ടത്. എവിടെയൊക്കെയാണോ ഫോൾട്ടുകൾ അത് അംഗീകരിക്കുന്നതിലൂടെ നമുക്ക് തിരുത്തലുകൾ വരുത്താൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇതാണ് ഇന്നത്തെ ഞാൻ എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചൊരു തോട്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.